ടീനേജിൽ എത്തി നിൽക്കുന്ന മക്കളുള്ള മാതാപിതാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ മക്കളും ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, കടന്നവരും ഉണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതാണ് നമ്മുടെ മക്കൾ. പിന്നെ നമ്മൾ ലോകത്തിലുള്ള സർവ്വരും മദ്യം മയക്കുമരുന്ന് ഇതിന് അടിമകളാണ് എല്ലാ മക്കളും എന്ന് നമ്മൾ പറയരുത്. കാരണം ഒത്തിരി മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. വിരലിലെണ്ണാവുന്ന വല്ലോ കുറച്ച് പിള്ളേർ മാത്രം തെറ്റുകളിലകപ്പെട്ട. പക്ഷേ അടച്ച് നമ്മളങ്ങനെ ആരെയും പറയരുത്, എല്ലാ മാതാപിതാക്കളെയും പറയരുത്. അതാദ്യമേ ഞാനൊന്ന് പറയട്ടെ. പിന്നെ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളറിയപ്പെടുന്നത് എല്ലാ സ്കൂളിലും അല്ലെങ്കിൽ എല്ലായിടത്തും മദ്യം മയക്കുമരുന്ന് എന്ന് നമ്മളിങ്ങനെ പറയാറുണ്ടല്ലേ. പക്ഷേ എത്രയോ പിള്ളേർ അതിലൊന്നും അകപ്പെടുത്താതെ അവനവൻ്റെ കാര്യം നോക്കി പഠിച്ച, അല്ലെങ്കിൽ പഠിക്കാത്ത പിള്ളേരാണെങ്കിൽ പോലും അങ്ങനെയൊന്നും തെറ്റുകളിലൊന്നും പോയി ചാടാറില്ല ഇല്ലേ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക്ഷെ ഇങ്ങനെ പോകുന്ന പിള്ളേർ അവരുടെ സാഹചര്യം കൊണ്ടാണ്, അത് നമ്മൾ മനസ്സിലാക്കണം ഇല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടി സ്കൂൾ വിട്ടു വന്നു കഴിയുമ്പം പുസ്തകം ഒരു വഴിക്ക് എറിഞ്ഞു, അല്ലെങ്കിൽ യൂണിഫോം പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് എറിഞ്ഞു, അവൻ്റെ കാര്യം നോക്കി കട്ടിലേക്ക് കയറി കിടന്നു, മൊബൈലെടുത്തു, അവനിഷ്ടമുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നു ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഉടനെ ചെന്നു, അമ്മ ചെന്നു ഡ്രസ്സ് എടുത്ത് മാറ്റി വെച്ചു, അവന് ഉടനെ വാടാ മോനെ എന്നും പറഞ്ഞ് ഭക്ഷണം കൊടുക്കുന്നു, അവനത് കഴിക്കുന്നു. അവനൊരു ഉത്തരവാദിത്വം ഇല്ലാതെ, അവൻ്റെ ബെഡ്ഷീറ്റ് പോലും മടക്കി വെക്കാതെ, അവൻ്റെ യൂണിഫോം എടുത്തൊരു സ്ഥലത്ത് വെക്കാതെ അവനെ നമ്മൾ മറ്റുള്ളവരുടെ തലയിലേക്ക് ഉത്തരവാദിത്വം ഏൽപ്പിച്ച് അവനെ കൊച്ചിലേ വളർത്തുകയാണ്. അവനോട് എടുത്തു വെക്കാൻ നമ്മൾ പറയണം, അതാദ്യം നമ്മൾ ചെയ്യണം. കൃത്യസമയത്തിരുന്ന് പഠിക്കുക എന്നുള്ളത് ആ കുഞ്ഞിനെ നമ്മൾ പറയാം. അവൻ ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെടും, കാരണം അവൻ്റെ പ്രായം അതാ. അവൻ ദേഷ്യപ്പെടുമായിരിക്കും, എങ്കിലും നമ്മൾ സ്ട്രിക്റ്റായിട്ട് പറയണം, ഇന്ന സമയത്തിരുന്ന് നമ്മൾ പഠിക്കണം കേട്ടോ എന്നിങ്ങനെ പറയുക. അത് അവൻ ചെയ്യാൻ അവനെ ബാധ്യസ്ഥനാക്കിയെടുക്കുക. പിന്നെ സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ചീത്ത വാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായ ഒരു വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് മാതാപിതാക്കളോട് പറയുമ്പോൾ, എൻ്റെ ഭയങ്കര ചിരിയിരിക്കും മാതാപിതാക്കൾ. എന്തെങ്കിലും തെറിവാക്ക് പറഞ്ഞാലും പൊളിവാക്ക് പറഞ്ഞാലും നമ്മൾ എന്നെ കാണിക്കും, അതിലൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കും. അതപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ വിചാരിക്കുന്നതെന്ന് അറിയാവോ? അവൻ വലിയൊരു ഹീറോയായി എന്നാണ് അവൻ വിചാരിക്കുന്നത്. അവൻ സീറോയല്ല, അവൻ വലിയ ഹീറോയായി എന്നാണ് മാതാപിതാക്കൾ വയ്ക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ട് അവൻ ആരാകുന്ന ഒരു സീറോയാണ് ആകുന്നത് ഇല്ലേ. അപ്പം നമ്മൾ എന്തിനാ, അയ്യോ അത് പറയരുത്, അത് ചീത്ത വാക്കാട്ടോ, അതങ്ങനെ പറയരുതെന്ന് പറയില്ല. കാരണം അവൻ പറയുന്ന ആ വാക്ക് കേട്ടിട്ട് ഭയങ്കര, ചില മക്കളുണ്ട് അമ്മമാരെയും അച്ഛന്മാരെയും എടി എട എന്നൊക്കെ വിളിച്ചും വേറെ പേരുകൾ വിളിക്കുമ്പോൾ ഒക്കെ ആസ്വദിക്കുന്നവരുണ്ട്. നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, പറയല്ലേന്ന് പറയും. പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രായം കഴിയുമ്പോൾ അവൻ മാറ്റും, എങ്കിലും നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കേട്ടോ, അതാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് സമൂഹത്തിന് നമ്മൾ നല്ല ചെയ്യുന്നതും, നല്ല ബന്ധങ്ങളുള്ള വീടുകളിൽ കൊണ്ടുപോകുന്നതും, നല്ല സുഹൃത്തുക്കളുടെ വീടുകളിൽ കൊണ്ടുപോകുമ്പോഴും അവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുമ്പോഴും ഈ കുഞ്ഞ് നന്നായിട്ട് വളരാൻ ശ്രമിക്കും. രാവിലെ എഴുന്നേറ്റ് അച്ഛനും അമ്മയും കൂടെ അടിവെക്കുന്ന വീടുകളിലെ മക്കൾ എങ്ങനെ നന്നാവും എന്നാണ് പറ. അവൻ കാണുന്ന എന്താണ്? ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് മാത്രമേ അവൻ ചിന്തിക്കുകയുള്ളൂ. ഇല്ലാവചനം കേട്ട് വളരുന്ന മക്കൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് എവിടെയെങ്കിലും ഏത് കുറുക്കു മാർഗത്തിൽ കൂടെയും പൈസ ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കും വരും. കാരണം ഇല്ലേ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, രക്ഷപ്പെടണം എന്ന് പറയുന്ന മക്കൾക്ക് എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പൈസക്കാരനാകണം എന്നൊരു ചിന്ത. അത് തെറ്റാന്നല്ല, പക്ഷേ അതിനകത്തൊരു മോശവശമുണ്ട്. അവൻ ഏത് മാർഗത്തിൽ കൂടെ അവൻ പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും. അവിടെ തെറ്റിപ്പോകുന്നത്. അല്ലാതെ അവൻ ജോലി ചെയ്തായിരിക്കില്ല പൈസ ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കണം ഇല്ലേ. ഇത് എല്ലാ കുടുംബങ്ങളിലും എന്നാന്ന് പറയണേ, നമ്മൾ വളർത്തുന്ന രീതിയിൽ വേണം നമ്മുടെ മക്കൾ വളരാൻ. അല്ലാണ്ട് മക്കളെ നമുക്കുണ്ടാകാത്ത കാര്യങ്ങൾ നമ്മുടെ മക്കളിലൂടെ സാധിക്കണം എന്നും പറഞ്ഞിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മുഴുവനും. എനിക്കിപ്പം ഒരു ഡോക്ടറാവാനോ അല്ലെങ്കിൽ ഒരു ടീച്ചറാകാനോ ആഗ്രഹമെങ്കിൽ എനിക്ക് സാധിക്കാത്ത എൻ്റെ കൊച്ചു പോയി സാധിക്കണം എന്ന് പറഞ്ഞാൽ അവനതായിരിക്കില്ല ഇഷ്ടം, അല്ലെങ്കിൽ അവൾക്കതായിരിക്കില്ല ഇഷ്ടം. അവക്കടെ ഇഷ്ടത്തിന് വിടാതെ ഞാൻ അവനെ നിർബന്ധിച്ച് വിട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവൻ ചിലപ്പോൾ പഠിച്ചെടുത്ത് വന്നു എന്നിരിക്കും, പക്ഷെ അവൻ അവിടെ എത്തിപ്പെടില്ല. അവൻ വേറൊരു മേഖല തിരിച്ച് അവനിഷ്ടമുള്ളത് അവൻ കണ്ടുപിടിച്ച് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് കാര്യമുണ്ടോ? ആ മക്കൾക്ക് നമ്മളോട് സ്നേഹം കാണുമോ? അതുപോലെ മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് നമ്മുടെ മക്കളെ പറയാം. ഈ ടീനേജുകാരെ നമ്മുടെ അടുത്തുള്ള കുട്ടി അവൻ കണ്ടില്ലേ നല്ല മാർക്ക് മേടിച്ചത്, ഇനിയിപ്പോൾ റിസൾട്ട് വരാൻ പോവുക, ഇതിൻ്റെ പേട്ടയായിരിക്കും. നമ്മുടെ 10ാം ക്ലാസ്സിലെയും +2ൻ്റെയും ഒക്കെ റിസൾട്ട് എഴുതിയിട്ട് മക്കളിരിപ്പുണ്ട്. അവരെ അങ്ങ് നമ്മളിനി ഇങ്ങോട്ടിട്ട് വധിക്കാൻ തുടങ്ങും. കാരണം അവന് കിട്ടിയില്ലേ, അയ്യോ ഇനി എന്ത് ചെയ്യും, മാർക്ക് കിട്ടിയില്ലേ, അവിടെ രക്ഷപ്പെടില്ല, രക്ഷപ്പെടില്ല എന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങും. എഴുതിക്കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ട്
എന്തിനാ നമ്മൾ നോക്കിയിരിക്കുന്നത്? അത് വരുമ്പോൾ വരും. അത് എന്താണെന്ന് അവന് കിട്ടാനുള്ളതേ കിട്ടുള്ളൂ. അതിനി നമ്മൾ എന്തോരം വഴക്ക് പറഞ്ഞിട്ടോ താരതമ്യപ്പെടുത്തിയിട്ടോ ഒരു കാര്യമില്ല. ഇനി പരീക്ഷ വന്നു കഴിയുമ്പോൾ പിള്ളേരുടെ മനസ്സ് മുഴുവൻ, കാരണം എന്നാന്ന് പറയുക, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് എങ്ങനെ ഞാൻ പറയും എന്നൊക്കെ ചിന്തകളിലായിരിക്കും ഇനി പിള്ളേരിരിക്കണം. എന്ത് ടെൻഷൻ അടിക്കുന്ന മക്കളുണ്ടെന്നറിയാവോ? കാരണം ഞാൻ എൻ്റെ മകൻ പറയുന്നതും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അമ്മേനെ പേടി, അവൻ എന്നെ ചെയ്യണേന്ന് അറിയാൻ മേലാണ്ടിരിക്കുക, അച്ഛനെ പേടിയാ, റിസൾട്ട് വരുമ്പോൾ പേടിച്ചിരിക്കുക, തോറ്റു പോകുമെന്ന് പേടിച്ച് ഇങ്ങനെ പറയുന്ന കേൾക്കാം. കാരണം നമുക്ക് എന്താ പ്രധാനം? നമ്മുടെ മക്കളാണോ പ്രധാനം? അതോ ഈ വരുന്ന റിസൾട്ടിനെ പേടിപ്പിച്ച് നമ്മുടെ മക്കളെ തല്ലിക്കൊന്നാൽ നമുക്ക് പ്രശ്നം തീരുമോ? നമ്മളത്രയും ചിന്തിച്ചാൽ മതി. അപ്പം പിന്നെ ഇനി കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിലാണ് ആ കുഞ്ഞിന് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കില്ല. ഇനി അച്ഛനും അമ്മയും ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്താലേ അവൻ പഠിക്കുകയുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഏതെങ്കിലും എല്ലാവരും എഞ്ചിനീയറും എല്ലാവരും ഡോക്ടറും ആക്കണമെന്നും പറഞ്ഞ് IAS ആക്കണമെന്നും പറഞ്ഞിരുന്നാൽ അതൊന്നും എല്ലാവരും ആയി എന്ന് പറയില്ല. എല്ലാ തൊഴിലിനും അതിൻ്റേതായ ഒരു മഹത്വമുണ്ടെന്ന് നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. ഒരു പ്ലംബർ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വഴിമുട്ടും. ശരിയല്ലേ? അപ്പോൾ എല്ലാ തൊഴിലിനും അതിൻ്റേതായ മഹത്വമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഓരോരുത്തരുടെ കഴിവ് വെച്ച് അതനുസരിച്ച് പോകാൻ ശ്രമിക്കുക. ഏത് ജോലിയിൽ അതിൻ്റേതായ ഉത്തരവാദിത്വങ്ങൾ ചെയ്താൽ അവൻ ആ മേഖലയിൽ രക്ഷപ്പെടും, ഉറപ്പായ കാര്യമാണ്. പിന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കുഴപ്പം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തെക്കാളും നമ്മുടെ സംസ്ഥാനത്ത് കൂലി കൂടുതലുണ്ട്. എങ്കിലും അതൊന്നും പോരാ നമുക്ക് ജീവിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ വന്നു. കാരണം നമ്മൾ ആഡംബരങ്ങൾക്ക് പുറകെ പോയിട്ട് നമുക്കൊന്നും തികയണില്ല, ഇല്ലേ? നമുക്കതുകൊണ്ടാണ് എല്ലാ സാധനത്തിനും വില. എന്തൊക്കെ സാധാരണ ജീവിതം ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. എല്ലാവർക്കും വണ്ടി വേണം, എല്ലാവർക്കും വാഹനം. മോശമാണെന്നല്ല പറയുന്നത്. എങ്കിലും ആ രീതിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ധാരാളം പണം സമ്പാദിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഈ എവിടെയെങ്കിലും വിട്ടാണെങ്കിലും എത്ര കാശ് മുടക്കുകയാണെങ്കിലും നമ്മളെ വിദേശത്തിന് വിടണം എന്ന് പറയാം. ആ പോകുന്ന കാശിൻ്റെ പലിശ മതി നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാൻ. എങ്കിലും നമ്മൾ തന്നെ നമ്മുടെ മക്കളുടെ ഭാവി ചിന്തിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ചിന്തിക്കണം, ഇനി ഏത് കോഴ്സ് അതിന് അവൻ്റെ സ്വാതന്ത്ര്യത്തിന് വിടുക. അവന് നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ അനുവദിക്കുക. ഇപ്പം എൻ്റെ മോന് +2 എഴുതിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എപ്പോഴും പറയും, അവന് നിനക്ക് ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുത്താൽ മതി. അല്ലാണ്ട് അച്ഛനും അമ്മയും പറയണ കേട്ടിട്ടുണ്ടെന്നാൽ കോഴ്സുകളൊന്നും തിരഞ്ഞെടുക്കണ്ട എന്ന്. അപ്പം നമ്മളങ്ങനെ നമുക്കതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. പിന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചു വയ്ക്കുക. മറ്റുള്ളവരോട് ബഹുമാനം കാണിക്കാൻ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. അത് നമുക്ക് കുഞ്ഞുനാൾ തൊട്ട് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവർ വരുമ്പോൾ എഴുന്നേൽക്കാനും അവരോട് മാന്യമായി പെരുമാറാനും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് ഇരുന്നിടത്തിരുന്നിട്ട് കാണിക്കുന്ന രീതി നിർത്തിക്കുക. ഒരു ദിവസം കാണിച്ചു, പിറ്റേ ദിവസം നമ്മൾ പറഞ്ഞു അത് ശരിയല്ല, എണീറ്റ് വന്ന് നമ്മുടെ രീതി അതാണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തന്നെ പറഞ്ഞു കൊടുക്കണം. അതേപോലെ എന്താ പറയുക, മറ്റുള്ളവരോടൊരു പൈസയാണെങ്കിലും ഒരു പാവപ്പെട്ടവന് കൊടുക്കാൻ നമ്മൾ സഹായിക്കാൻ അവൻ്റെ മനസ്സിൽ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. അല്ലാണ്ട് ഒരു പൈസ പോലും 5 പൈസ പോലും ആർക്കും കൊടുക്കില്ലാത്ത രീതിയിൽ നമ്മൾ വളർത്തരുത് നമ്മുടെ മക്കളെ. അതേപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും സ്വന്തമായി പറയാൻ ഒരു മനസ്സ്, നമ്മളൊരു കൂട്ടുകാരെ പോലെ ഇരുന്ന് കേൾക്കാനുള്ള മനസ്സ് നമ്മുടെ മക്കളുടെ അടുത്ത് നമ്മൾ കൊടുക്കണം. അവൻ ചീത്തയായിപ്പോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ പെരുമാറുന്ന രീതിയാണ്. നമുക്ക് അവന് പറയാൻ ഒരാളില്ലെങ്കിൽ എവിടുന്നോ വരുന്ന ആളോട് പറയാൻ വേണ്ടി പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങളിൽ വരുന്നത്. അപ്പം നമ്മൾ കേൾക്കാൻ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കണം. അല്ലാണ്ട് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഓടിപ്പോൾ പിടിച്ചു കിടന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതേപോലെ മക്കൾ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യാസം മക്കളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ ശ്രദ്ധിക്കണം. നമ്മൾ അതെന്താ കാര്യം എന്ന് നമ്മൾ അന്വേഷിക്കണം. അത് മാതാപിതാക്കൾ ഏതെങ്കിലും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ അവനവൻ്റെ കാര്യമായിട്ട് പുറത്തേക്ക് നടക്കുന്ന അച്ഛനോ അമ്മയ്ക്കോ ആണെങ്കിൽ മക്കളിൽ വരുന്ന മാറ്റമൊന്നും കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. കാരണം ആ മകനിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ആ മകളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. അത് നമ്മുടെ മക്കൾ അവരെ കെട്ടിച്ച് അവരുടെ രീതിയിലേക്ക് എത്തുന്നവരെ നമ്മളൊക്കെ ഉത്തരവാദിത്വമാണ്, ഇല്ലേ? അത് കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാകുമൊന്നും വേണ്ട. എങ്കിലും നമുക്കൊരു ശ്രദ്ധ നമ്മുടെ മക്കളുടെ പേരിലാണ്, നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം മക്കളിൽ. ഇനിയിപ്പോൾ സ്കൂൾ അടച്ചിരിക്കുകയാണ്, കുഞ്ഞു മക്കളൊക്കെയുള്ള അച്ഛനമ്മമാരൊക്കെ ഇഷ്ടം പോലെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. എന്നാലും നമ്മുടെ കുഞ്ഞുമക്കൾ കളിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾ എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോഴോ ഒക്കെ നമുക്കൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം കേട്ടോ.
അടുത്ത വീട്ടിലാണ് പോകുന്നെങ്കിലും നമ്മുടെ കണ്ണ് എപ്പോഴും ആ കുഞ്ഞിൻ്റെ പുറകെ ഉണ്ടായിരിക്കണം. എവിടെ പോയാലും നമ്മുടെ പെൺകുട്ടികളായ മക്കളെയും കൊണ്ട് നമ്മൾ പോകാവുള്ളൂ. ആൺകുട്ടികളാണെങ്കിലും അവരെയും കൊണ്ടേ പോകാവുള്ളൂ. അതൊരു ശീലമാക്കി എടുത്തിട്ടുണ്ടല്ലോ, മക്കളിൽ ഒത്തിരി മാറ്റം വരും. വിളിച്ചാൽ വരില്ലാത്ത അതായത് കാര്യം കൗമാരം എത്തിക്കഴിയുമ്പോഴത്തേനും പിള്ളേർക്ക് ഇച്ചിരി ധാർഷ്ട്യവും ഇച്ചിരി ധിക്കാരം പറച്ചിലും ഒക്കെ കാണും. അതെല്ലാം ആ പ്രായത്തിൻ്റെതാണ് നമ്മൾ വിചാരിച്ചാൽ മതി. ആ പ്രായത്തിൽ എൻ്റെ കൊച്ചൊക്കെ നല്ല തറുതല പറയുന്ന സ്വഭാവത്തിലുള്ളവരൊക്കെയാണ്. അപ്പം അപ്പോഴും നമ്മൾ സൗമ്യമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. കാരണം അവൻ്റെ ആ പ്രായത്തിൻ്റെയാണ് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നേരെയാക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും മോശമൊന്നുമല്ല. എല്ലാം അടച്ച് നമ്മൾ ആരെയും അങ്ങനെ പറയണ്ട. എല്ലാ പിള്ളേരും കേരളത്തിൽ മൊത്തം സ്കൂളുകളിലും മദ്യം മയക്കുമരുന്നാണെന്ന് പറയണ്ട. അങ്ങനെയുള്ള സ്കൂളുകൾ അപൂർവം ചില സ്ഥലങ്ങളിലാണ് അഴിച്ചുവിട്ടേക്കുന്ന കുറേ കോളേജുകളും അഴിച്ചുവിട്ടേക്കുന്ന കുറേ സ്കൂളുകളിലും ഒക്കെ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ സ്കൂളുകളിലൊന്നും ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല കേട്ടോ. എല്ലാ പിള്ളേരും മോശക്കാരുമല്ല കേട്ടോ. എല്ലാ മാതാപിതാക്കളും മോശക്കാരല്ല, എല്ലാ അധ്യാപകരും മോശക്കാരല്ല. അപ്പം നമ്മളത് ചിന്തിച്ചിട്ട് നമ്മൾ മറുപടി പറയാവുള്ളൂ. അപൂർവത്തിൽ പെട്ടുപോകുന്ന പിള്ളേർ അവരുടെ ജീവിത പശ്ചാത്തലങ്ങളാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ചിലർ പറഞ്ഞേക്കാം ഒറ്റയ്ക്ക് വളരണ, അല്ല മാതാപിതാക്കൾ ഉപേക്ഷിച്ചാൽ തന്നെ ജീവിക്കുന്ന മക്കൾ എത്രയോ പിള്ളേർ നന്നായി വരുന്നുണ്ട് നമുക്കറിയാൻ പറ്റും, ഇല്ലേ? ആരുമില്ലാതെ വളരുന്ന അനാഥ പിള്ളേരെന്തോരം പേര് നന്നായി വരുന്നു. അതേപോലെ അച്ഛനും അമ്മയും തെറ്റിപ്പിരിഞ്ഞ മക്കൾ എത്രയോ പേര് നല്ല നിലയിൽ എനിക്ക് രക്ഷപ്പെടണം എന്ന്. അതേപോലെ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ലാത്ത മക്കൾ എത്രയോ മക്കൾ നല്ല നിലയിലെത്തി വരുന്നുണ്ട്. അവരിതിലൊന്നും ചെന്ന് ചാടാതെ. അതൊന്നുമല്ല, അത് ഓരോ സാഹചര്യങ്ങളും അവന് രക്ഷപ്പെടണമെന്ന് അവൻ്റെ മനസ്സിൻ്റെ വിൽ പവറാണ് അവനങ്ങനെ ആകുന്നത്. എനിക്ക് രക്ഷപ്പെടണം എന്നൊരു തോന്നൽ അവൻ്റെ ഉള്ളിലുണ്ടെങ്കിലുണ്ട് അവൻ രക്ഷപ്പെട്ടു വരും. പിന്നെ കൂട്ടുകെട്ടുകൾ ചീത്തയാണെന്ന് തോന്നുമ്പം നിന്ന് ഒഴിവായി വരാൻ അവൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും. അതല്ലാണ്ട് കൂട്ടുകെട്ടുകൾ ചീത്തയായിട്ടും അതിനകത്ത് പെട്ടുപോയി എന്തെങ്കിലും ഒരു ചെറിയ സുഖം കിട്ടുമ്പോൾ ആ വഴി പോകുന്ന മക്കളാണ് ഈ പെട്ടുപോകുന്ന മക്കൾ. അതാണാണേലും പെണ്ണാണേലും ഒരു ചെറിയ സുഖത്തിൻ്റെ ആ പിയർ ഗ്രൂപ്പിൻ്റെ ആ പ്രഷറിൽ ചെന്ന് പെട്ടുപോകുന്നവർ. അതിൽ പെടാണ്ടിരിക്കാൻ നമ്മുടെ ബുദ്ധി നമ്മൾ ആലോചിച്ച് ചെയ്യണമെന്ന് നമ്മുടെ മക്കളെ നമ്മൾ ധൈര്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ എന്ത് കാര്യങ്ങളും വീട്ടിൽ അവരെ കൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് പഠിപ്പിക്കുക, ആൺ പെൺ വ്യത്യാസമില്ലാതെ. അപ്പോഴൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേറെന്തിനും സമയമില്ലാന്നേ നമ്മുടെ കൂടെ ഇരുന്ന് അവരുടെ കൂട്ടുകാരോട് സംസാരിക്കും പോലെ അച്ഛനോടും അമ്മയോട് സംസാരിക്കാൻ അവർക്ക് സാധിക്കും. അത് കൊച്ചുനാൾ തുടങ്ങി നമ്മളങ്ങനെ വളർത്തുക. അല്ലാണ്ട് ഒരു കൗമാര പ്രായം എത്തിയിട്ട് അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ തൊട്ട് എത്തിക്കാമെന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട. പിന്നെ മക്കൾ ധിക്കാരം പറഞ്ഞു എന്നോർത്തോ അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു എന്നോർത്തോ വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മൾ തിരുത്തി കൊടുക്കുക. നമുക്ക് വിഷമം തോന്നും, സ്വാഭാവികം മാത്രം. ചിലപ്പം നമ്മുടെ മക്കൾ മുഖത്തടിച്ച കണക്ക് നമ്മളോട് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മൾ സംയമനം പാലിച്ച് അവരുടെ കൂടെ കുറച്ചു നേരം നമ്മൾ മിണ്ടാണ്ടിരുന്നിട്ട് സാരമില്ല നിൻ്റെ ഈ പ്രായത്തിൻ്റെ ആയെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അത് ഏതമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ലേ, ഏത് അച്ഛനും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന. പൊട്ടിത്തെറിക്കുമ്പോൾ എടാ പൊട്ടിത്തെറിക്കരുത്, നമ്മുടെ അച്ഛനും അമ്മയാണ്, ഇപ്പോൾ ഈ വിഷമത്തിൽ നീ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക. അല്ലാണ്ട് വിഷമിച്ച് അച്ഛനമ്മമാരിരിക്കരുത്, അതിൻ്റെ പേരിൽ അവനെ തല്ലുകയോ അടിക്കുകയോ പെറുക്കുകയോ ഒന്നും ചെയ്യരുത്. ഇത് നമ്മുടെ മക്കളെയൊക്കെ തല്ലേണ്ട ഒരു പ്രായമുണ്ട്. എന്നോർത്തുകൊണ്ട് തല്ലാനും പോകണ്ട, തല്ലുമൊന്നും വേണ്ട മക്കളെ. അല്ലാണ്ട് തന്നെ നമ്മൾ പറയും പണ്ട് നമ്മളെ തല്ലി വളർത്തിയ അതുകൊണ്ട് നല്ല ഗുണമായിരുന്നു എന്നൊക്കെ പറയും. അതിൻ്റെ ഒരു ഗുണമൊന്നും നമുക്കില്ലാതെ നമുക്ക് നമ്മുടെ അച്ഛനമ്മമാരോട് വെറുപ്പുള്ള എത്രയോ മക്കളുണ്ട്. എത്ര അമ്മമാരെ ഇഷ്ടമില്ലാത്ത മക്കളുണ്ടെന്നറിയാവോ? അച്ഛന്മാരെ വെറുക്കണ മക്കൾ എന്തോരം പേരുണ്ട്. അതൊക്കെ ചുമ്മാ മുടന്തൻ ന്യായം പറയാം എന്നിങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ വലിയ സാഹിത്യമായിട്ട് അടിച്ചു വളർത്തിക്കോ എന്നൊക്കെ പറയും. പക്ഷേ അടിച്ചു വളർത്തിയിട്ടൊന്നും മക്കൾ നന്നാവില്ല. മക്കളെ സ്നേഹം കൊണ്ട് മാത്രമേ നമുക്ക് അടുപ്പിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പറഞ്ഞു കൊടുക്കുക. പണ്ടൊക്കെ അടിച്ചാലേ നന്നാവുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് എന്തോരം അധ്യാപകർ എന്നൊക്കെ ഞാൻ ഇഷ്ടം പോലെ എനിക്ക് ആ അധ്യാപകരൊന്നും കണ്ണിൻ്റെ ഇരുമണിക്ക് കാണാൻ മേല. സത്യം ഞാൻ പറയുക. അങ്ങനെയൊക്കെ അധ്യാപകൻ്റെ ഗുരുവിൻ്റെ നിന്ദയൊന്നും പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും ഉണ്ടല്ലോ, നമ്മളെങ്ങനെ മറക്കും? നമ്മുടെ 2 ചൂറിൽ വെച്ചിട്ട് അടിച്ച് മാത്സ് ഒന്നും അറിയാൻ മേലാത്തതിന് അടി കിട്ടിയത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഇന്നത്തെ അധ്യാപകർ ആരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല മക്കളെ. അപ്പം അവരെയൊന്നും നമ്മൾ ഇഷ്ടപ്പെടില്ല. അതേപോലെ നമ്മളെ അടിക്കുന്ന അച്ഛനെയൊക്കെ എന്ത് പറഞ്ഞാലും അടിക്കുന്ന അച്ഛനെയൊക്കെ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങൾ ഫ്രണ്ടിൽ പോലും തന്നെ പുള്ളിക്ക് ഇഷ്ടമല്ല. പുള്ളിക്ക് ഒരു കസേരയുണ്ട്, ആ കസേരയിൽ എങ്ങാനും ആരെങ്കിലും തൊട്ടാൽ പോലും പിടിക്കില്ല.
ആ രീതിയിൽ ആ അമ്മ തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടണം. അമ്മ എന്ന് പറയുന്ന വ്യക്തി പെരയ്ക്കകത്ത് അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങില്ല, പുറകുവശത്തോടെ ഇറങ്ങി. മുമ്പിൽ പുള്ളി ഇരിക്കുകയാണെങ്കിൽ പുറകുവശത്തോടെ, ആകെ പുള്ളി ഇല്ലാത്തപ്പോൾ മാത്രം മുമ്പശത്തുനിന്ന് വരും. പിന്നെ പെരയടിച്ചിടാൻ വേണ്ടി ഇറയൊക്കെ അടിച്ചിടാൻ വേണ്ടി വരും. ഇങ്ങനെയുള്ള ജീവിതം എന്നതാണ് പട്ടാളച്ചിട്ടാന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും ചിട്ടകളും. അത് വീട്ടിലൊന്നും അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ എടുത്ത് അതിർത്തി കാക്കാനും അതുപോലെ രാജ്യത്തെ രക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരെ അങ്ങനെ ചിട്ട പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് വീട്ടിൽ ഈ ചിട്ടയും കൊണ്ടിരിക്കുന്നത് എന്തൊരർത്ഥത്തിലാണ്? അങ്ങനെയുള്ളവരൊന്നും കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. വലിയ ചിട്ട കൊണ്ടുവരാൻ ഇവരുടെ കൂടെ ജീവിക്കുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മക്കൾക്കാണേലും ബുദ്ധിമുട്ടാണ്. അതാണ് അവർ ഇട്ടിട്ടെറിഞ്ഞിട്ട് പിന്നെ ഈ കാരണവന്മാരെ നോക്കില്ലാതെ വരുന്നതിന് കാരണം എന്നാണെന്നറിയാമോ? ഈ മക്കളോട് ചെയ്യുന്നത് അവർ മറക്കില്ല ഒരിക്കലും. നമ്മൾ എത്ര തന്നെ പൊന്നെ പൊന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിലും ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തന്നെ പൊന്നെയാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മക്കളോട് എന്നാന്ന് പറയുക, ചെറുപ്പത്തിൽ നല്ലത് കൊടുത്തിട്ട് പ്രായമാകുമ്പോൾ തന്നെ പൊന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഒരു തരം കാരണവന്മാരുണ്ട്, തിരിച്ചു വ്യത്യാസം കാണിക്കുന്ന കാരണവന്മാർ. ഞാൻ മനസ്സിലാക്കിയിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകനെ ഭയങ്കര പൊക്കി അടിച്ചുകൊണ്ടിരിക്കും. 2 മക്കളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം മൂത്ത മകൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് രക്ഷപ്പെടാൻ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ പൊക്കി. ആ മകനൊട്ട് ഇവരെ തിരിഞ്ഞു നോക്കുകയില്ല. അങ്ങനെ തിരിച്ചു വ്യത്യാസം കാണിക്കുന്ന കാരണവന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങൾ ഇല്ലയെന്ന് പറഞ്ഞാലും അതൊക്കെ ഇഷ്ടം പോലെയുള്ള കാരണവന്മാരാണ്. മക്കളെ മൂന്നായിട്ട് കാണുന്ന മാതാപിതാക്കളും ഉണ്ട്. ഇപ്പം അത്രയും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പോഴത്തെ കാരണവന്മാർക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ പിള്ളേർ ഇച്ചിരിയോടെ പിള്ളേരെ സ്നേഹിക്കുന്നവരാണ്. തിരിച്ചു വ്യത്യാസം കുറവാണെന്നാണ് എൻ്റെ വിചാരം. പണ്ടുള്ളവർക്ക് നല്ല രീതിയിലുണ്ട് കേട്ടോ. അതേപോലെ പണ്ടുള്ള വീട്ടിൽ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു കയറില്ല. ആ വീട്ടിലേക്ക് അന്വേഷിക്കുകയേ ഇല്ലാത്ത, അവരവിടെ എന്ത് പീഡനം നടക്കുന്നു ഒന്നും അറിയത്തില്ല, അറിയാനുള്ള മാർഗ്ഗവും ഇല്ല. ഒന്ന് ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർക്ക് വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണിൻ്റെ അമ്മ പെണ്ണ് തിരിയണതും മറിയണതും ഇരിക്കണതും നിൽക്കണതും എല്ലാം വീഡിയോ കോളാണ്. അവസാനം അവരുടെ വീട്ടുകാരെക്കുറിച്ചും പറയും. അതെപ്പോഴും തെറ്റാണെന്നാണ് ഞാൻ പറയുള്ളൂ. തിരിച്ച് ചെറുക്കനാ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കണമെങ്കിൽ ചെറുക്കൻ്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ? ഇത് തന്നെയാണ് പല കുടുംബത്തിനും സംഭവിക്കുന്നത് കേട്ടോ. അതും കൂടി ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം നമ്മൾ നിയന്ത്രിക്കേണ്ടയിടത്ത് എപ്പോഴും നമ്മൾ നിയന്ത്രിക്കണം. എപ്പോഴും ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ മക്കളെ വിളിച്ചുകൊണ്ടിരിക്കുക. മക്കൾക്ക് മക്കളുടേതായ സ്വാതന്ത്ര്യം കൊടുക്കുക. അതാണാണേലും പെണ്ണാണേലും. പെണ്ണ് കിട്ടിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അവരവരുടെ സ്വാതന്ത്ര്യത്തിൽ വളരട്ടെ. അവരില്ലായികയും വല്ലായികയും അവർ തന്നെ അനുഭവിക്കട്ടെ. എങ്കിൽ മാത്രമേ അവർ ജീവിതം പഠിക്കുകയുള്ളൂ. അല്ലാണ്ട് എല്ലാം ഇങ്ങനെ കൊടുത്ത് വളർത്താണ്ടിരിക്കുക. അത് അനുഭവം ആണ് ഗുരു എന്ന് പറയണത് കേട്ടിട്ടില്ലേ? കൊടുത്ത് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ ചെറുക്കൻ നന്നാവില്ല, ആ പെണ്ണും നന്നാവില്ല. അവൻ സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം, ആ പെണ്ണും സ്വന്തമായിട്ട് ജീവിക്കാൻ പഠിക്കണം. അവിടെയാണ് മാതാപിതാക്കൾ എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്. എത്ര ദുരിതമാണെന്ന് പറഞ്ഞാലും ദേഹോപദ്രവം ഏൽക്കണില്ലെങ്കിൽ ആ ചെറുക്കൻ്റെ കഷ്ടപ്പാട് അല്ലെങ്കിൽ കടമ അല്ലെങ്കിൽ ഇതാന്ന് പറഞ്ഞാൽ അവൾ അനുഭവിക്കട്ടെ അല്ലെങ്കിൽ അവൻ അനുഭവിക്കട്ടെ, അവർ വീട്ടിട്ടെ എന്ന് വെച്ചേക്കുക. ഇനി ചില കാരണവന്മാരുണ്ട് പരമ്പരാഗതമായിട്ട് കടം എഴുതി മക്കളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുന്നവർ. അതിന് നമ്മളെടുത്ത കടം നമ്മൾ വീട്ടിൽ കൊടുക്കുക, അല്ലാണ്ട് നമ്മുടെ മക്കളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാണ്ടിരിക്കുക. പിള്ളേർക്ക് വിദ്യാഭ്യാസ ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കാരണവന്മാരും കൂടെ കൂട്ടി തന്നെ അടച്ച് തീർക്കാൻ പരമാവധി ശ്രമിക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ മക്കൾക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ കടമായി. പിന്നെ അവൻ പിന്നെയും കടത്തിലേക്ക് പോകും. കാരണം ഇത് വീട്ടാൻ അടുത്തയിലേക്ക് പോകും. അങ്ങനെ അടുത്ത തലമുറയായിട്ട് കൈമാറ്റം ചെയ്തു പോകുന്ന ഒരു വസ്തുവാകും കടം എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ പരമാവധി ചുരുക്കി വയ്ക്കുക. ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. എങ്കിലും നമ്മുടെ കൗമാരക്കാരായ മക്കളെ നമ്മൾ വളർത്തുമ്പം അവരെ ഫുൾ സ്വാതന്ത്ര്യത്തിൽ വളർത്താൻ നമ്മൾ ശ്രമിക്കുക. പരമാവധി നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തുക. അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുക. രാവിലെ എൻ്റെ ബെഡ്ഷീറ്റും വിരിച്ച് അവൻ്റെ തുണികളെല്ലാം അടുക്കി പെറുക്കി വയ്ക്കാൻ അവളെയും പഠിപ്പിച്ചു വയ്ക്കുക. എല്ലാ കാര്യവും മറ്റുള്ളവരുടെ പെരുമാറുന്നതും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മുടെ മക്കളൊന്നും മോശക്കാരാവില്ല. ഉറപ്പായ കാര്യമാണ്. അവർ നല്ല മക്കളായിട്ട് തന്നെ വളർന്നു വരും. അപ്പം ഇനി വരുന്ന എക്സാം കഴിഞ്ഞ് വരുമ്പം സ്വന്തം കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ മക്കളെ സപ്പോർട്ട് ചെയ്യുക. അല്ലാണ്ട് നമുക്കിഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ റെഡി, ഇന്ന കോഴ്സിന് പോയി ഇന്നതാകും എന്നല്ല. അവൻ്റെ ഇഷ്ടത്തിനുള്ള കോഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ അവൻ ആ വലിയ നിലയിൽ എത്തിക്കോളും.
അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക. നീ അപ്പം അവന് പിന്നെ നമ്മളോട് ചോദിക്കാനില്ല, എൻ്റെ ഇഷ്ടത്തിനല്ലേ നിൻ്റെ ഇഷ്ടത്തിനല്ലേ വിട്ടേ നമുക്ക് ചോദിക്കാം. അവൻ പറയില്ലേ, അല്ലെങ്കിൽ അവൻ പറയും നിങ്ങളുടെ ഇഷ്ടത്തിന് പോയിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്നും പറഞ്ഞ് പകുതിയാകുമ്പോൾ ഇട്ടിട്ട് പോകുന്ന നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിലെ പൈസയും പോയി, ഒന്നും ആകാതെയാകും പൂച്ചയില്ലേ. അതിലും ഭേദമല്ലേ അവൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുക, അവന് നല്ല ഇഷ്ടമുള്ള കോഴ്സ് തിരഞ്ഞെടുക്കട്ടെ എന്ന് വെക്കുക. അപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ മക്കളെ ഓർമ്മ വന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.